നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിനും ഒരു IP വിലാസം ഉണ്ടായിരിക്കും. ഈ IP വിലാസം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി പാനലിലുള്ള നെറ്റ്വർക്ക് മോണിറ്റർ അപ്ലറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും കണക്ഷൻ ഇൻഫർമേഷൻസ് സെലക്ട് ചെയ്യുക. കണക്ഷൻ ഇൻഫർമേഷൻ ജാലകത്തിൽ കമ്പ്യൂട്ടറിന്റെ IP വിലാസം പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ഈ കമ്പ്യൂട്ടറിന്റെ IP വിലാസം 192.168.1.2 ആണ്. ഒരു കമ്പ്യൂട്ടറിന് നെറ്റ്വർക്ക് നൽകുന്ന IP വിലാസം ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും. ഈ പ്രശ്നം ഒഴിവാക്കുന്നതിന് കമ്പ്യൂട്ടറിന് ഒരു സ്ഥിര IP വിലാസം നൽകാവുന്നതാണ്. ഈ കമ്പ്യൂട്ടറിന് നാം നൽകാൻ ഉദ്ദേശിക്കുന്ന IP വിലാസം 192.168.1.21 ആണെന്നിരിക്കട്ടെ. ഈ IP വിലാസം നൽകുന്നതിന് നെറ്റ്വർക്ക് മോണിറ്റർ അപ്ലറ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് കണക്ഷൻസ് സെലക്ട് ചെയ്യുക. നെറ്റ്വർക്ക് കണക്ഷൻസ് എന്ന ജാലകം തുറന്നുവരുന്നു. ഈ ജാലകത്തിൽ വയേർഡ് എന്ന ടാബിൽ സെലക്ട് ചെയ്യുമ്പോൾ നിലവിലുള്ള നെറ്റ്വർക്ക് കണക്ഷൻ കാണാവുന്നതാണ്. ഈ കണക്ഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുറന്നുവരുന്ന ജാലകത്തിൽ IPv4 സെറ്റിംഗ്സ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. ഇവിടെ മെത്തേഡ് എന്ന കോംബോ ബോക്സിൽ നിന്നും മാനുവൽ സെലക്ട് ചെയ്യുക. അഡ്രസ് എന്ന ഭാഗത്ത് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ അഡ്രസ് ടൈപ്പ് ചെയ്യുന്നതിനുള്ള സ്ഥലം ദൃശ്യമാകും. നാം ഉദ്ദേശിക്കുന്ന IP വിലാസം ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. 192.168.1.21 എന്ന IP വിലാസം ടൈപ്പ് ചെയ്യുക. നെറ്റ്മാസ്കിൽ ക്ലിക്ക് ചെയ്ത് 255.255.255.0 എന്ന നെറ്റ്മാസ്ക് അഡ്രസ് നൽകുക. ഗേറ്റ്വേ അഡ്രസ് നൽകുന്നിടത്ത് BSNL ഗേറ്റ്വേ അഡ്രസ്സായ 192.168.1.1 എന്ന് ടൈപ്പ് ചെയ്ത് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. DNS സെർവർ എന്ന ബോക്സിൽ 192.168.1.1 എന്ന ഗേറ്റ്വേ വിലാസം വീണ്ടും ടൈപ്പ് ചെയ്ത ശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ആവശ്യപ്പെടുന്ന ജാലകത്തിൽ അഡ്മിനിസ്ട്രേഷൻ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഒത്തന്റിക്കേറ്റ് നൽകുക. നെറ്റ്വർക്ക് കണക്ഷൻസ് എന്ന ജാലകം ക്ലോസ് ചെയ്യുക. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുന്നതോടെ പുതിയ IP വിലാസം നിലവിൽ വരും. ഒരു കമ്പ്യൂട്ടറിൽ മറ്റൊരു കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് കാണാനും ആവശ്യമെങ്കിൽ ആ ഡെസ്ക്ടോപ്പിനെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കും. ഇതും നെറ്റ്വർക്ക് കണക്ഷനുമായി ബന്ധപ്പെട്ട ഒരു സൗകര്യമാണ്. ഈ സൗകര്യം ലഭിക്കുന്നതിനായി സിസ്റ്റം പ്രിഫറൻസസ് എന്ന മെനുവിൽ നിന്നും റിമോട്ട് ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക. റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രിഫറൻസസ് എന്ന ജാലകം തുറന്നുവരും. ഈ ജാലകത്തിൽ ഷെയറിംഗ് എന്ന ഭാഗത്തുള്ള അലൗ അതർ യൂസേഴ്സ് ടു വ്യൂ യുവർ ഡെസ്ക്ടോപ്പ് എന്നിടത്ത് ടിക്ക് ചെയ്യുക. ഇതേ പ്രവർത്തനം ഡെസ്ക്ടോപ്പ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റത്തിലും നാം ചെയ്യണം. അതിനുശേഷം ജാലകം ക്ലോസ് ചെയ്യുക. ആപ്ലിക്കേഷൻ മെനുവിൽ നിന്നും ഇന്റർനെറ്റ് റിമോട്ട് ഡെസ്ക്ടോപ്പ് വ്യൂവർ എന്ന രീതിയിൽ സെലക്ട് ചെയ്യുക. തുറന്നുവരുന്ന റിമോട്ട് ഡെസ്ക്ടോപ്പ് വ്യൂവർ ജാലകത്തിൽ കണക്ട് സെലക്ട് ചെയ്യുക. പ്രോട്ടോകോൾ എന്ന ഭാഗത്ത് VNC സെലക്ട് ചെയ്ത് ഹോസ്റ്റ് എന്ന ബോക്സിൽ നാം
കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടറിന്റെ IP വിലാസം ടൈപ്പ് ചെയ്യുക. ഇവിടെ 192.168.1.22 എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി കണക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതേ സമയം രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ ഇത്തരമൊരു ജാലകം തുറന്നു വരും. ഇവിടെ അലൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ കമ്പ്യൂട്ടറിന്റെ ഡെസ്ക്ടോപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ദൃശ്യമാകും. ഈ ഡെസ്ക്ടോപ്പിലുള്ള fullfox.avi എന്ന ഫയൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കൂ. ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് VLC മീഡിയ പ്ലെയർ സെലക്ട് ചെയ്യുന്നതോടെ ആ ഫയൽ പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ഇത്തരമൊരു ഷെയറിംഗിൽ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പകർത്താൻ നമുക്ക് സാധ്യമല്ല. അതിനായി മറ്റൊരു പ്രവർത്തനം കൂടി ചെയ്യേണ്ടതുണ്ട്. നെറ്റ്വർക്കിലുള്ള മറ്റൊരു കമ്പ്യൂട്ടറിലെ ഫയലുകൾ ഷെയർ ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി പ്ലേസസ് എന്ന മെനുവിൽ നിന്നും കണക്ട് ടു സെർവർ സെലക്ട് ചെയ്യുക. കണക്ട് ടു സെർവർ എന്ന ജാലകത്തിൽ സർവീസ് ടൈപ്പ് എന്നിടത്ത് SSH സെലക്ട് ചെയ്യുക. സെർവർ എന്ന ഭാഗത്ത് നാം കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടറിന്റെ IP അഡ്രസ് ടൈപ്പ് ചെയ്യുക. പോർട്ട് എന്ന ബോക്സിൽ ഒന്നും നൽകേണ്ടതില്ല. ഫോൾഡർ എന്ന ബോക്സിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഫോൾഡറിലേക്കുള്ള പാത്ത് ടൈപ്പ് ചെയ്യണം. ഇവിടെ /home/its/desktop എന്ന് നൽകുന്നു. നാം കണക്ട് ചെയ്യുന്നത് ITS എന്ന യൂസറിന്റെ ഡെസ്ക്ടോപ്പിലേക്കാണ്. അതുകൊണ്ട് യൂസർ നാമം ITS എന്ന് നൽകാം. ഇനി കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ജാലകത്തിൽ ലോഗിൻ എനിവേ ക്ലിക്ക് ചെയ്യുമ്പോൾ പാസ്വേഡ് ആവശ്യപ്പെടുന്ന ജാലകം പ്രത്യക്ഷപ്പെടും. ഈ ജാലകത്തിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യൂസറിന്റെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പാസ്വേഡ് ടൈപ്പ് ചെയ്ത ശേഷം കണക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ആ സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പ് ഇവിടെ ലഭിക്കുന്നതാണ്. ഈ ഡെസ്ക്ടോപ്പിലുള്ള ഏതൊരു ഫയലും കോപ്പി ചെയ്ത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് പകർത്താവുന്നതാണ്. മറ്റൊരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുള്ള പ്രിന്ററുകൾ നെറ്റ്വർക്ക് വഴി ഷെയർ ചെയ്ത് എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി സിസ്റ്റം മെനുവിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ പ്രിന്റിംഗ് വഴി പ്രിന്റിംഗ് ലോക്കൽ ഹോസ്റ്റ് എന്ന ജാലകം തുറക്കുക. സെർവർ എന്ന മെനുവിൽ നിന്നും സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ബേസിക് സെർവർ സെറ്റിംഗ്സിന് താഴെയുള്ള എല്ലാ ചെക്ക് ബോക്സുകളും ടിക്ക് ചെയ്ത ശേഷം OK ബട്ടൺ പ്രസ് ചെയ്യുക. ഇതേ പ്രവർത്തനം പ്രിന്റർ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിലും ആവർത്തിക്കണം. ഇപ്പോൾ സെർവർ സിസ്റ്റത്തിലുള്ള പ്രിന്റർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ദൃശ്യമാകും. ഈ പ്രിന്റർ ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ഫയലും പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്.